ഹലോ ഫ്രണ്ട്സ്, മദേഴ്സ് ഡേയ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി കോമ്പിനേഷനായിട്ടുള്ള പപ്പട തോരനാണ്. ഇത് തയ്യാറാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ്. ഇനി ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനൊരു 7 പപ്പടം പൊരിച്ചതിന് ശേഷം ഇതുപോലെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ജീരകം, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കടുകും വേണം. ഇനി ആവശ്യത്തിന് എണ്ണയും കറിവേപ്പിലയും എടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1.5 ടീസ്പൂൺ ഉഴുന്നും പിന്നെ ഒരു 2 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും എടുത്തിട്ടുണ്ട്. ഇനി ആദ്യം നമുക്ക് തോരന് വേണ്ടി അരപ്പ് റെഡിയാക്കാം. ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ കൂടെ ജീരകം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, വെളുത്തുള്ളി ഇത് 4 കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ കറക്കിയെടുക്കാം. തോരനായതുകൊണ്ട് ഒരുപാട് അരയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിലോട്ട് വെച്ചിട്ട് പാൻ ഒന്ന് ചൂടായതിന് ശേഷം അതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കടുക് ചേർത്ത് കൊടുക്കാം. ഇനി കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഉഴുന്നും കൂടി ചേർത്ത് കൊടുക്കാം. ഉഴുന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊരു ലൈറ്റ് ബ്രൗൺ ആവുന്നത് വരെ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഈ ഉഴുന്നിപ്പോൾ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും ഒരു 2-3 മിനിറ്റ് കൂടി വഴറ്റിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ പോയതിന് ശേഷം നന്നായിട്ടൊന്ന് കുക്കാവുന്നത് വരെ വീണ്ടും സോട്ട് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഏകദേശം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള പപ്പടം കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ പപ്പടം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പപ്പടത്തിലോട്ട് ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടുന്നത് വരെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. വളരെ ഈസി ആയിട്ടുള്ളൊരു തോരനാണിത്. അതുപോലെ തന്നെ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഈ പപ്പടത്തിലോട്ട് മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പപ്പടത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ കമൻറ്റ്സ് എന്നെ അറിയിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ടാറ്റാ, ബൈ.